സംസ്ഥാനത്ത് വൈദ്യുതി നിയന്ത്രണത്തിന്റെ ദൈർഘ്യം കൂടുന്നു. പലതവണയായി കഴിഞ്ഞ ദിവസം 1.5 മണിക്കൂർ വരെ ലോഡ് ഷെഡിംഗ് ഏർപ്പെടുത്തി. ഇന്നലെ ഈ മാസത്തെ ഉയർന്ന വൈദ്യുതി ഉപഭോഗവും രേഖപ്പെടുത്തി. അധികം വില നൽകി വൈദ്യുതി വാങ്ങാനാണ് സർക്കാർ നീക്കം. മുൻകൂർ നടപടികൾ സ്വീകരിക്കാത്തതാണ് ഇപ്പോഴത്തെ പ്രതിസന്ധിക്ക് കാരണമെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പറഞ്ഞു. മഴയില്ല, അന്തരീക്ഷ താപനില കൂടി, ഉയർന്ന വിലയ്ക്ക് പുറത്തുനിന്ന് വൈദ്യുതി വാങ്ങാൻ ശ്രമിച്ചാലും കിട്ടാത്ത അവസ്ഥ. കഴിഞ്ഞ ദിവസം 91.78 ദശലക്ഷം യൂണിറ്റാണ് കേരളത്തിലെ വൈദ്യുതി ഉപയോഗം. പീക്ക് സമയത്തെ വൈദ്യുതി ആവശ്യകത 4678 മെഗാവാട്ട്. രാത്രി സമയത്ത് 480 മെഗാവാട്ട് മുതൽ 700 മെഗാവാട്ട് വരെ വൈദ്യുതിയുടെ കുറവാണുള്ളത്. ഇതോടെ ലോഡ് ഷെഡിംഗ് 1.5 മണിക്കൂറായി. മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വാങ്ങിയ അധിക വൈദ്യുതി തിരിച്ചു നൽകുന്നതും പ്രതിസന്ധി വർദ്ധിപ്പിച്ചു. ലോകകപ്പ് ഫൈനൽ കണക്കിലെടുത്ത് ഞായറാഴ്ച അധികം വൈദ്യുതി വാങ്ങാനാണ് ശ്രമം. ഉപയോഗം പരമാവധി കുറച്ച് ജനങ്ങൾ സഹകരിക്കണമെന്ന് മന്ത്രി സണ്ണി ജോസഫ്. ഉപയോഗത്തിലെ നിയന്ത്രണം അത്യാവശ്യ കാര്യങ്ങൾക്ക് മാത്രമായിട്ട് പരിമിതപ്പെടുത്തണം. അനാവശ്യമായിട്ട് വൈദ്യുതി ഉപയോഗിക്കുന്ന ആഡംബര വിളക്കുകൾ ഒഴിവാക്കണം. രാത്രികാലങ്ങളിൽ ഇസ്തിരി ഇടുന്നത് ഒഴിവാക്കണം. കെടുകാര്യസ്ഥതയാണ് പ്രതിസന്ധിക്ക് കാരണമെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ കരണ്ട് പോയപ്പോൾ ഉണ്ടായ സ്വന്തം അനുഭവവും അദ്ദേഹം പങ്കുവച്ചു. കഴിഞ്ഞ ദിവസം രാത്രി 1.25 മണിക്കൂർ വൈദ്യുതി ഇല്ലാതെ കഴിയേണ്ടി വന്നവനാണ് ഞാൻ. ഇത് എനിക്ക് മാത്രമല്ല, ഒരുപാട് ആളുകൾക്ക് സംഭവിക്കുകയാണ്. രാജ്യത്താകമാനം വൈദ്യുതി ആവശ്യകത വർദ്ധിച്ചതിനാൽ പവർ എക്സ്ചേഞ്ചിലൂടെ ലഭ്യമാകുന്ന വൈദ്യുതിയുടെ ലഭ്യതയിലും കാര്യമായ കുറവ് അനുഭവപ്പെടുന്നുണ്ട്. ഹ്രസ്വകാല കരാർ വഴി വൈദ്യുതി വാങ്ങാൻ KSEBിക്ക് റെഗുലേറ്ററി കമ്മീഷൻ അനുമതി നൽകിയിട്ടുണ്ടെങ്കിലും ഈ വൈദ്യുതി ഉടൻ ലഭിക്കില്ല. ഡിസംബർ വരെ വൈദ്യുതി പ്രതിസന്ധി തുടരാനാണ് സാധ്യത. മീഡിയ 1 തിരുവനന്തപുരം.